കഴിഞ്ഞ വീഡിയോയിൽ സാത്താൻ സേവക്കാർ എങ്ങനെയാണ് അച്ഛന്മാരുടെയൊക്കെ ഉള്ളിലേക്ക് സാത്താനിക വൈന് എത്തിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് സാത്താൻ വൈൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ സേവ നടത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ പിന്നെ അവിടെ വലിയ പൂജ നടക്കും. അവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന തിരുവോസ്തി, പൂജ ചെയ്ത തിരുവോസ്തി കൊണ്ടുവന്നിട്ട് അവരവിടെ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു പാനീയത്തിൻ്റെ അകത്ത് ഇത് പൊടിച്ച് ചേർക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പുരുഷ ബീജം ചേർക്കും, സ്ത്രീകളുടെ ആർത്തവരക്തം ചേർക്കും, അതുപോലെ തന്നെ മലത്തിൻ്റെ അംശം, മൂത്രത്തിൻ്റെ അംശം, ഇതൊക്കെ ചേർത്തിട്ട് പ്രത്യേക പൂജകൾ തല തിരിഞ്ഞ് കുരിശ് താഴേക്കിട്ട് എറിഞ്ഞുടച്ച് അവിടെ നടത്തുന്ന പല രതിവേഴ്ചകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അവർ മണിക്കൂറുകൾ രാത്രി നേരം വെളുക്കുന്നവരെയുള്ള വീഴ്ചകളാണ് അവിടെ നടക്കുന്നത്. അവിടെ അതിനുശേഷം ഈ പൂജ അവിടുത്തെ പ്രധാനപ്പെട്ട കർദിനാൾ പൂജ ചെയ്യുകയാണ്. ഇതെല്ലാം ചേർത്തിട്ട് പൂജ ചെയ്യുകയാണ്. പൂജ ചെയ്തിട്ട് ഇത് അവിടുത്തെ ഇത് വലിയ ഒരു ഡിസ്റ്റിലറിക്ക് കൊണ്ടുപോയിട്ട് ഈ പൂജ ചെയ്ത ഈ വീഞ്ഞ വൈന് കുപ്പികളിലേക്ക് പാക്ക് ചെയ്തിട്ട് നമ്മുടെ നാടുകളിലേക്ക് വരുന്ന ഈ സാത്താൻ സേവക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കൊടുത്തു വിടുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛന്മാരോട് പറയണം, റോമിൽ നിന്ന് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന വൈന, അച്ഛൻ ഏറ്റവും വില കൂടിയ വൈന, ലക്ഷക്കണക്കിന് വിലയുള്ള വൈന എന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെ കൊണ്ട് കൊടുക്കുക. ചില അച്ഛന്മാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിലും ചില അച്ഛന്മാർ ഇത് ഉപയോഗിക്കും. ചിലരത് കുർബാനയ്ക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ കുർബാനയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സാത്താനിക വൈന് ആൾക്കാരുടെ ഉള്ളിൽ ചെല്ലുന്ന അച്ഛന്മാരുടെ അത് ചെല്ലുമ്പോൾ തന്നെ അവരുടെ പ്രോഗ്രാം അങ്ങ് മാറി. അവർ പിന്നെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വഭാവത്തിലും എല്ലാം ഈ സാത്താനിക സ്വാധീനം വളരെ വലുതായിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ സാത്താൻ സേവക്കാർ പിടിച്ചു നിൽക്കുന്നത്. സാത്താൻ സേവക്കാർക്ക് ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് ഒരു രൂപത ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രൂപതയിലേക്ക് ഒരു പ്രവർത്തനം വ്യാപിക്കാനായിട്ട് തീരുമാനിച്ചാൽ അവിടെ ഏതായാലും 10-20 പേരോളം കാണും. അതെല്ലാം വിദേശത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പൈസയുള്ള ടീമുകൾ തന്നെയായിരിക്കും. അവരെ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള അവരുടെ ഈ മിക്കവാറും ഈ അച്ഛന്മാരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആയിരിക്കും ഈ പറയുന്ന ഈ സാത്താൻ സേവയിൽ ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ അച്ഛന്മാർക്ക് തന്നെ ഞാൻ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന അല്ലെ റോമിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നെന്നും പറഞ്ഞ് കൊടുക്കുന്ന വൈനുകളിലൊക്കെയാണ് സത്യത്തിൽ ഈ സാത്താൻ സേവ ചെയ്ത ഇത് കൊടുക്കുന്നത്. ഇതിങ്ങനെ കഴിച്ചു കഴിയുമ്പം അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പിന്നെ സാത്താനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ ചെന്ന് അവൻ്റെ മുന്നിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അട്ടപ്പടലം നമ്മളെ അടിച്ച് നിലത്തിട്ട് കളയും. അപ്പോൾ സാത്താനെക്കുറിച്ച് ശരിക്കും പഠിക്കാതെ കൊണ്ട് സാത്താനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ കുർബാന ഏകീകൃത കുർബാനയായിട്ട് തന്നെ നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ പ്രവർത്തനം ഇവിടെ അങ്കമാലി രൂപതയിൽ നടക്കത്തില്ല. അത് പോയി തീർന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം അവരുണ്ട്.